രാജ്കുമാറിലേക്ക് കൂടി പോവുകയാണ്. രാജ്കുമാർ, നോക്കൂ, ആദ്യത്തെ 2 പരാതിയിൽ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട രാഹുൽ മൂന്നാമത്തെ പരാതിയിൽ അത് ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയവുമായിട്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കാരണം തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ ഉള്ള വഴി ഉണ്ടാവരുത് എന്ന കൃത്യമായ നീക്കത്തോടെയാണ് അന്വേഷണ സംഘം ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് കൃത്യമായ തെളിവെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇന്നിപ്പോൾ ഇത് കൂടാതെ വേറെ എവിടെയെങ്കിലും അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ഉണ്ടാകുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം നിലവിൽ തിരുവല്ലയില് ഈ അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഇപ്പോൾ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ഇതില് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ക്ലബ് 7-ലെ 4-ാം നമ്പർ ഫ്ലോറില് 407 എന്ന് പറയുന്ന റൂമിൽ നമുക്ക് കിട്ടിയ സുപ്രധാനമായിട്ടുള്ള വിവരം, അതിപ്പോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. 407 ക്ലബ് 7-ലെ 4-ാം നിലയിൽ 407 എന്ന് പറഞ്ഞ മുറിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഈ അതിജീവിതയെ ഇവിടെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചത്. അതാണ് ഈ കേസിലെ നിർണായകമായിട്ടുള്ള ഒരു ശാസ്ത്രീയ തെളിവുകളും മറ്റും ശേഖരിക്കുന്നതിന് സഹായകരമാകുന്നത്. അവിടെയാണ്, ആ മുറിയിലാണ് എത്തിച്ചത്. നിലവിൽ ആ മുറിയിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ എത്തിച്ചു. നമുക്കതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന ദിവസവും മറ്റു സമയവും കാര്യങ്ങളൊന്നും ഇതുവരെ അന്വേഷണ സംഘം ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അത് അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും പുറത്തു പറയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതേസമയം ഈ ക്ലബ് 7-ലെ 4-ാം നമ്പർ 4, അതായത് 4-ാമത്തെ ഫ്ലോറിൽ 407 എന്ന് പറയുന്ന റൂമിൽ എത്തിച്ചായിരുന്നു ഈ പറയുന്ന അതിജീവിതയെ, മൂന്നാമത്തെ പരാതിക്കാരിയായ അതിജീവിതയെ ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ്. ക്ലബ് 7 ഹോട്ടലിലെ 4-ാം നിലയിലെ 407-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ആ മുറിയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ആ മുറിയിലാണ് രാഹുലുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുക. അവിടെ എത്രയും വേഗം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരികെ ഇറങ്ങാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ആര്യ, ഇപ്പോൾ ഈ പ്രതി രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം തിരികെ ഇറങ്ങുകയാണ്. 4-ാം നിലയിലെ 407-ാം നമ്പർ മുറിയിലാണ് ഈ പീഡനം നടന്നത്. അവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി തിരികെ AR ക്യാമ്പിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള ഒരു ആളുകൾ അവിടെയുണ്ട്. പോലീസിന്റെ വലിയ രീതിയിലുള്ള സുരക്ഷ, പഴുതടച്ച സുരക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ വാഹനത്തിലേക്ക് കയറ്റുന്നത്. ഇവിടെ നിന്ന് തിരികെ AR ക്യാമ്പിലേക്ക് പോകുമെന്നാണ് നിലവിലുള്ള വിവരങ്ങൾ. വളരെ വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങുകയായിരുന്നു.